തമിഴ് സിനിമയ്ക്ക് ഇപ്പോൾ കറൻലി 1000 കോടി ടാർഗറ്റ് ചെയ്യുന്ന ചിത്രമാണ് ജയിലർ 2. ഒരുപാട് ചിത്രങ്ങൾ ഇപ്പോൾ രജനിയുടെ ആയാലും വിജയുടെ ഒക്കെ ആയാലും കൂലിയും ലിയോയും ഒക്കെ വന്നിട്ട് നടക്കാതെ പോയിട്ടുള്ള ഒരു സംഭവം ജയിലർ 2 വഴി കിട്ടുമെന്നുള്ള എല്ലാവരുടെയും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. പടം വരുന്ന ഒക്ടോബർ 15 വേൾഡ് വൈഡ് തിയേറ്റർ റിലീസ് എന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പടത്തിൽ അനിരുദ്ധിൻ്റെ ആ ഒരു പ്രൊമോ വീഡിയോയിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെ വഴി പടത്തിന് കിട്ടുന്ന ഹൈ ചെറുതൊന്നുമല്ല. പടവും കൂടെ എടുത്തതും കൂടെ സെറ്റാണെങ്കിൽ തമിഴ് സിനിമയിലെ 1000 കോടി ഈ ഒരു പടത്തിന് തന്നെ കിട്ടും. ഒരുപാട് കാലത്തെ റൂമറുകൾക്ക് ശേഷം ലാലേട്ടൻ ദിലീഷ് പോത്തൻ കോംബോയിലെ ആ ഒരു പടം ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. പടത്തിന് ടൈറ്റിൽ ലുക്ക് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. നെടുങ്കണ്ടം മിറാക്കിൾസ് എന്നാണ് പടത്തിന് ടൈറ്റിലായി കൊടുത്തിട്ടുള്ളത്. കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് അടുപ്പിക്കുന്ന രീതിയിലുള്ളൊരു കിടിലം ടൈറ്റിൽ ലുക്കാണ് ചിത്രത്തിൻ്റെ ടീമിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത്. ലാലേട്ടൻ ദിലീഷ് പോത്തൻ കോംബോയിൽ വരുന്ന പടത്തിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഹൈ ആക്കാനും ഈ ഒരു ടൈറ്റിൽ ലുക്ക് വലിയ രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പടം പ്രോപ്പർലി സ്റ്റാർട്ടാകുന്നത് ഈ വരുന്ന നവംബർ ഡിസംബർ മാസത്തോടെയൊക്കെ ആയിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. മോഹിനിയാട്ടം എന്ന ചിത്രത്തിന് ശേഷം സൈജു കുറുപ്പിൻ്റെ നെക്സ്റ്റ് നല്ലൊരു പ്രതീക്ഷയോടെ വരുന്നൊരു ചിത്രമാണ് ഹരിഹരാസനം എന്ന ചിത്രം. പടത്തിൻ്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. അതിൻ്റെ കമൻറ്റ്സ് അപ്ഡേറ്റിലോട്ട് തന്നെ വരാം. കമൻറ്റ് വഴി ആദ്യം ചോദിച്ചുള്ളൂ, എപ്പോഴും ചോദിക്കുന്ന പോലെ തന്നെ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാത്ത കാര്യം തന്നെയാണ്. നമ്മൾ എപ്പോഴെങ്കിലും വീഡിയോ ഇടായിരുന്ന ഏതെങ്കിലും ചങ്ക് സബ്സ്ക്രൈബർ എന്തായാലും ഈ ഒരു കാര്യത്തെപ്പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയി പോയിട്ടുണ്ടായിരുന്നു. ബട്ട് നാളെ ഒരു പ്രോപ്പർലി വീഡിയോ വരാനുള്ള ചാൻസ് ഇല്ല. നാളെ കഴിഞ്ഞ് തൊട്ട് പ്രോപ്പർലി നമ്മുടെ ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നതായിരിക്കും. ആദ്യം തന്നെ ചോദിച്ചിട്ടുള്ള മൂവി അപ്ഡേറ്റ്സ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഖൈദി 2 പറ്റിയാണ്. പടം നെക്സ്റ്റ് ഇയർ എൻഡോട് കൂടി തന്നെ സ്റ്റാർട്ട് ആകുന്നു ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. അടുത്തായി ചോദിച്ചിട്ടുള്ളത് ഐ ആം ഗെയിമിൻ്റെ ടീസറിനെ പറ്റിയൊക്കെ തന്നെയായിരുന്നു. ഐ ആം ഗെയിമിൻ്റെ ടീസറിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ജൂലൈ മാസമായിരുന്നു ടീസർ റിലീസ് ചെയ്യാൻ ടാർഗറ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം നെക്സ്റ്റ് മന്താണ് പടം തിയേറ്റർ റിലീസ് എത്തുന്നത്. അതുകൊണ്ട് ഈ ഒരു മാസം എന്നോട് കൂടി തന്നെ ചിത്രത്തിൻ്റെ ടീസർ വരുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അടുത്തായി ചോദിച്ചിട്ടുള്ളത് പൃഥ്വിരാജിനെ ഒടിയൻ എന്ന ചിത്രത്തെ പറ്റിയായിരുന്നു. പടം ഇന്ന് സ്റ്റാർട്ട് ആകുമെന്ന് ഈ ഒരു ജൂലൈ മാസമോ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തോട് കൂടി തന്നെ ചിത്രം സ്റ്റാർട്ട് ആകുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. പിന്നെ മിക്ക വീഡിയോസിലും കാണുന്ന ഒരു കമൻ്റ് ആയിരുന്നു പുഷ്പ 3 എന്ന് സംഭവിക്കുമെന്ന്. ഇപ്പോൾ അല്ലു അർജുൻ വലിയൊരു പാൻ സ്റ്റാർ ആയതോടുകൂടി തന്നെ ഒരു പടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വേണമെങ്കിൽ 1 ഇയർ അല്ലെങ്കിൽ 1.5 ഇയർ ഒക്കെ തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇനി ഒരു പുഷ്പ 3 സംഭവിക്കണമെങ്കിൽ അതിന് വലിയൊരു ടൈം പീരീഡ് തന്നെ വേണ്ടി വരും. ഇപ്പോൾ സുകുമാർ ആയാലും റാംചാറിൻ്റെ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടും വരുന്ന ഒരു ഹ്യൂജ് ബഡ്ജറ്റ് പടമൊക്കെ തന്നെ കമ്മിറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ പുഷ്പ 3 ഉടനെ ഒന്നും സംഭവിക്കില്ല എന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ടൊവിനോയും നസ്രിയ കോമ്പിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് എൽ ക്ലാസിക്കോ എന്ന ചിത്രം. പടത്തിൻ്റെ എൻ്റയർ ഷൂട്ട് ഈ ഒരു മന്ത് തന്നെയാണ് കംപ്ലീറ്റ് ആക്കാൻ ചിത്രത്തിൻ്റെ ടീം ഇപ്പോൾ കറൻലി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പടത്തിന് റിലീസ് വരുന്ന ഒക്ടോബർ മാസമായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. പ്രദീപ് രംഗനാഥിൻ്റെ ബ്ലോക്ക് ബസ്റ്റർ പടമായിട്ടുള്ള ഡ്രാഗൻ്റെ ഡയറക്ടറായിട്ടുള്ള അശ്വിൻ മാരിമുത്ത് ഏറ്റവും പുതിയ തലൈവർക്ക് വേണ്ടി ഒരുക്കുന്ന ചിത്രമാണ് ധർമ്മൻ എന്ന പടം. പടത്തിൽ ലക്കി ഭാസ്കറിലൊക്കെ നായികയെ എത്തിയിട്ടുള്ള മീനാക്ഷി ചൗധരി ഉണ്ടായിരിക്കും ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. പുള്ളിക്കാരിയെ കൂടാതെ മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്താനിരിക്കുന്നത് സിമ്രാനും യോഗി ബാബു രാശി ഖന്നയൊക്കെ ആയിരിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. പ്രകാശ് വർമ്മ ലീഡ് റോളിൽ എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ലോ ആൻഡ് ഓർഡർ എന്നാണ് പടത്തിന് പേരായി നൽകിയിട്ടുള്ളത്. പടത്തിലൊരു സ്പെഷ്യൽ ക്യാമിയോ ആയിട്ട് മമ്മൂക്ക ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ഈ ഒരു പടത്തിന് തിയേറ്റർ റിലീസ് ഉണ്ടായിരിക്കുക ഈ വരുന്ന ജൂലൈ 24 കൺഫേം ആക്കിയിരിക്കുകയാണ്. ഷൈനികത്തിൻ്റെ തിയേറ്റർ റിലീസായി എത്തിയിട്ടുള്ള പടമായിരുന്നു ബൾട്ടി എന്ന പടം. പടത്തിന് അത്യാവശ്യം നല്ല റെസ്പോൺസും കളക്ഷനൊക്കെ ഗ്രോത്ത് ആയി വന്ന ടൈമിലായിരുന്നു കാന്താര പടമൊക്കെ റിലീസിനെത്തി ഭയങ്കര രീതിയിൽ തിയേറ്റർ റഷ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ അത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുള്ളത് ബൾട്ടി എന്ന ഈ ഒരു പടത്തിനായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു ഈ ഒരു പടത്തിൻ്റെ OTT റിലീസ് ഇത്രയും വൈകാനുള്ള കാരണം. പടത്തിൻ്റെ OTT അവകാശങ്ങൾ ഇപ്പോൾ സോണി ലൈവ് വാങ്ങിച്ചിട്ടുണ്ട്. പടം വരുന്ന ജൂലൈ 10 സോണി ലൈവ് വഴി സ്ട്രീം ചെയ്യുമ്പോൾ ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. നമ്മുടെ മോളിവുഡിൽ നിന്ന് അല്ലെങ്കിൽ സൈജു കുറുപ്പിൻ്റെ 150ാമത്തെ ചിത്രം എന്ന ലേബലിൽ പുറത്തിറങ്ങി ബ്ലോക്ക് ബസ്റ്റർ അടിച്ചുള്ള പടമായിരുന്നു മോഹിനിയാട്ടം എന്ന പടം. പടത്തിനൊരു 3ാം ഭാഗം ഉണ്ടായിരിക്കും, രാസലീല എന്നായിരിക്കും എന്നൊക്കെ തന്നെ ഉള്ളൊരു ഒഫീഷ്യൽ അപ്ഡേറ്റും പടത്തിൻ്റെ ഫസ്റ്റ് ലുക്കും ഒക്കെ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഏത് ജോണറിലൊരു പടമാണെന്ന് ഇതുവരെയായിട്ട് കൺഫേം ആക്കിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളൊക്കെ പ്രകാരം ഈ ചിത്രത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റേജും പരിപാടികളൊന്നും തുടങ്ങാത്തതുകൊണ്ടാണ് ജോണർ ക്ലിയർ ആവാത്തത്. നെക്സ്റ്റ് ഇയർ മുതൽ ചിത്രത്തിൻ്റെ റൈറ്റിംഗും പരിപാടികളൊക്കെ തന്നെ തുടങ്ങുകയെന്ന് ഇപ്പോൾ ഒഫീഷ്യലി തന്നെ ചിത്രത്തിൻ്റെ ടീം അല്ലെങ്കിൽ കൺഫേം ആക്കിയിരിക്കുകയാണ്. നമ്മൾ മലയാളത്തിൽ ഇത് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കൊച്ചു മലയാള സിനിമയായിരുന്നു ബാലൻ എന്ന പടം. 12 ദിവസം കൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് 15 കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും കേരളത്തിൽ പടം ബ്രേക്ക് ഇവൻ ആയിട്ടില്ല. ഏകദേശം 18 കോടി രൂപയോളം വേണം. പക്ഷേ തമിഴ്നാട്ടിലും കർണാടകയിലും തെലുങ്കിലും ഒക്കെ പടം ബ്രേക്ക് ഇവൻ ആയിട്ടുണ്ട്. അതിന് കാരണം പടത്തിന് ഏകദേശം ലക്ഷങ്ങൾ കൊടുത്ത് മാത്രമാണ് ചിത്രത്തിൻ്റെ റൈറ്റ്സ് അവിടെ വിറ്റുപോയിട്ടുള്ളത്. ഇപ്പോൾ കർണാടകയിൽ നിന്ന് മാത്രം ഏകദേശം 2.5 കോടിയൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് അവിടെ ബ്രേക്ക് ഇവനൊക്കെ ക്രോസ് ചെയ്ത് ഹിറ്റ് അടിച്ചിട്ടുള്ളത്. വെല്ലുവിളിയായിട്ട് ഏകദേശം 30 കോടി രൂപയോളമായി. പ്രൊഡക്ഷൻ കമ്പനിക്ക് എന്തായാലും പടം ലാഭകരമായി മാറിയിട്ടുണ്ട്. ഇനി അടുത്ത ഡിജിറ്റൽ റൈറ്റ്സ് ഒക്കെ വഴിയായാലും പടം എന്തായാലും സേഫാണ്. പടത്തിന് ഏകദേശം ബഡ്ജറ്റായി വന്നിട്ടുള്ളത് 18 കോടി രൂപയായിരുന്നു. അല്ലു അർജുൻ്റെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് രാഗ എന്ന പടം. പടത്തിന് വേണ്ടി വലിയൊരു ടൈം തന്നെ അല്ലു അർജുൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പടത്തിൻ്റെ ഇപ്പോൾ ഏകദേശം വർക്കുകളൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു മ്യൂസിക് വർക്കുകളൊക്കെ തന്നെ ഏകദേശം 5 പാട്ടുകളോളം ഈ ഒരു ചിത്രത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടെന്നും പടത്തിൻ്റെ ഫൈനൽ ട്രാക്കൊക്കെ ഇപ്പോൾ ലോക്ക് ആയിട്ടുണ്ടെന്നും കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ കറൻലി ചിത്രത്തിൻ്റെ ടീം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് VFX വർക്കുകളും CG വർക്കുകളൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഹെവി പ്രൊഡക്ഷൻ പേസിലാണ് പടത്തിൻ്റെ ഈ ഒരു വർക്കുകളൊക്കെ തന്നെ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്ത്യൻ സിനിമ കാത്തിരിക്കുന്ന അടുത്തൊരു വിഷ്വൽ ട്രീറ്റ് ഈ ഒരു പടത്തിൽ നിന്ന് ഉണ്ടായിരിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടൊരു കാര്യം
കാര്യം തന്നെയാണ്. വിജയുടെ ഒരുപാട് കാലമായി അല്ലെങ്കിൽ പുള്ളിയുടെ ലാസ്റ്റ് ഡാൻസ് എന്ന രീതിയിൽ പുറത്തിറങ്ങാണ്ടിരിക്കുന്നത് ജനനായകൻ എന്ന ചിത്രത്തിലെ റിലീസ് എന്ന് വരുമെന്ന് എല്ലാവരും തന്നെ വെയിറ്റിംഗ് ആയിരുന്നു. അതിന് ഈ ഒരു ചിത്രത്തിന് A സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തിട്ട് അത് മാറ്റി UA സർട്ടിഫിക്കറ്റ് ആക്കാൻ കൊടുത്ത് തുടങ്ങിയ പ്രശ്നമായിരുന്നു ഇതുവരെ നീണ്ടുപോയിട്ടുള്ളത്. ബട്ട് ഇനിയെങ്കിലും ഈ ഒരു പടം റിലീസ് ആക്കണമെന്നുള്ള രീതിയിൽ ചിത്രത്തിലെ ടീം തന്നെ പറഞ്ഞു A സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഈ ഒരു പാട്ട ഉടനെ റിലീസ് ആക്കണമെന്ന്. ചിത്രത്തിൻ്റെ ഇപ്പോൾ പ്രൈമറി റിലീസ് ടാർഗറ്റായി കേൾക്കാൻ സാധിക്കുന്നത് ജൂലൈ 16 ബട്ട് ബാക്കപ്പ് റിലീസ് ടാർഗറ്റ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുവാണെങ്കിൽ ജൂലൈ 23 പറയും. ഇതിനൊന്നും റിലീസിനെത്തിയില്ലെങ്കിൽ പടം ഈ വരുന്ന ജൂലൈ 31 പുറത്തിറങ്ങുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ബട്ട് ഇപ്പോൾ റീസെൻ്റ്ലി വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം അല്ലെങ്കിൽ ഓൾമോസ്റ്റ് കൺഫേം ആക്കുമെന്ന് വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രം വരുന്ന ജൂലൈ 23 വേൾഡ് വൈഡ് തിയേറ്റർ റിലീസിന് എത്തുക എന്നാണ്. മിക്കവാറും ഈ ഒരു റിലീസ് തീയതി തന്നെയായിരിക്കും ഒഫീഷ്യലി കൺഫേം ആക്കാൻ പോകുന്നതെന്നും കൂടാതെ തന്നെ ഒരു സ്പെഷ്യൽ റിലീസ് ട്രെയിലർ ചിത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉടനെ തന്നെ പുറത്ത് വിടുമെന്നും ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ചിത്രത്തിൻ്റെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ഉടനെ ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. പൃഥ്വിരാജിൻ്റെ ഏകദേശം 2017 അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു പടമായിരുന്നു കാളിയൻ എന്ന പടം. ഇതൊരു ഹിസ്റ്റോറിക്കൽ ആക്ഷൻ ഡ്രാമ പടമായിരുന്നു. വേണമെങ്കിൽ നമുക്ക് പറയാം പൃഥ്വിരാജിൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ മാത്രം ഒരു ഓൺ ആവുന്ന ഒരു പടമെന്ന്. കാരണം ബർത്ത്ഡേ ടൈം ആകുമ്പോൾ ഒരു സ്പെഷ്യൽ പോസ്റ്റർ എന്തായാലും ഈ ഒരു പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉടനെ സ്റ്റാർട്ട് ആകുമെന്ന്. കറലി കണ്ടുള്ള ലാസ്റ്റ് അപ്ഡേറ്റ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഫെബ്രുവരി ടൈം ഈ ഒരു പടം സ്റ്റാർട്ട് ആകുമെന്നായിരുന്നു. ഇതിനെപ്പറ്റി പൃഥ്വിരാജിനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞിട്ടുള്ളത് പുള്ളി ഇമോഷണലി ഒരുപാട് കണക്റ്റ് ആയ സിനിമയായിരുന്നു കാളിയൻ. പുള്ളി ഓൾറെഡി തൻ്റെ ഡേറ്റ്സ് മുഴുവൻ കൊടുത്തു ആ ഒരു പടത്തിന് വേണ്ടി. പക്ഷേ ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടെ ഒത്തുവരാനുണ്ട് ആ ഒരു പടത്തിന്. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഒത്തുവരാത്തതുകൊണ്ടാണ് ഒരു പടം നടക്കാനായാലും താമസിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും ഒത്തുവരാൻ പുള്ളിയും വെയിറ്റിംഗ് ആണെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂ വഴി തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇതുകൊണ്ടൊക്കെ തന്നെ എന്തെങ്കിലും വലിയ പരിപാടികളൊക്കെ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ടായിരിക്കാം പടം ലേറ്റ് ആകാനുള്ള ചാൻസസ് ആയാലും കാണുന്നത്. മിക്കവാറും ഈ ഒരു വർഷം അവസാനം അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ ആയിട്ടോ പടം സ്റ്റാർട്ട് ആകുമെന്നൊക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്.